മുഖ്യമന്ത്രി പിണറായി വിജയനെ വെട്ടി പാർട്ടിയിലും സർക്കാരിലും പിടിമുറക്കാൻ കോടിയേരി നൈസായിട്ട് പണി തുടങ്ങി. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഉറഞ്ഞു നിൽക്കുന്ന NSSുമായും ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായും അടുക്കാനുള്ള നീക്കം കോടിയേരി ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത മുഖ്യമന്ത്രി കസേരയാണ് കോടിയേരിയുടെ ലക്ഷ്യം. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് മുസ്ലിം ലീഗിന് 5ാം മന്ത്രിസ്ഥാനം നൽകിയതോടെ കോൺഗ്രസുമായി അകന്ന സുകുമാരൻ നായർ CPMുമായി അടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ പിന്തുണ നൽകി. അത് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലും തുടർന്നു. NSSന്റെ ആവശ്യപ്രകാരം ദേവസ്വം ബോർഡിൽ 10% സാമ്പത്തിക സംവരണം നൽകാനും സർക്കാർ തീരുമാനിച്ചു. അതിനിടെയാണ് ശബരിമല യുവതി പ്രവേശന വിധി വന്നത്. വിധി നടപ്പാക്കരുതെന്നും റിവ്യൂ ഹർജിയോ സാവകാശ ഹർജിയോ വേണമെന്നും സുകുമാരൻ നായർ ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി വഴങ്ങിയില്ല. കോടിയേരിയെ വിളിച്ചിട്ടും പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചില്ല. പിണറായിയെ NSSുമായി അകറ്റുക എന്ന തന്ത്രമാണ് കോടിയേരി പയറ്റിയത്. പിണറായിയേക്കാൾ NSS നേതൃത്വവുമായി അടുപ്പമുള്ളയാളാണ് കോടിയേരി. അതുകൊണ്ടാണ് NSSുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. കാരണം കോടിയേരിക്ക് അവരുടെ പിന്തുണ വേണം. ഇടതു വലതു മുന്നണികൾ അധികാരത്തിലേറുമ്പോൾ പിന്നോക്കക്കാരോ ന്യൂനപക്ഷങ്ങളോ ആണ് കഴിഞ്ഞ 18 വർഷമായി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. സമുദായത്തിലുള്ള ആരെങ്കിലും മുഖ്യമന്ത്രിയാകണമെന്ന് NSSന് ആഗ്രഹമുണ്ട്. നമ്പ്യാർ സമുദായം അംഗങ്ങളായ കോടിയേരിയും കോൺഗ്രസിലെ KC വേണുഗോപാലുമാണ് അവരുടെ പ്രതീക്ഷ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാൻ ലീഗും കേരള കോൺഗ്രസ് മാണി വിഭാഗവും അനുവദിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ലീഗിന്റെ പിന്തുണയോടെ മുഖ്യമന്ത്രിയാകാൻ കോടിയേരിക്ക് സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ NSSന്റെ പിന്തുണയും വേണം. അതൊക്കെ മുൻകൂട്ടി കണ്ടാണ് കോടിയേരി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിണറായി ആകട്ടെ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാറില്ല. അദ്ദേഹത്തിനെതിരെ അഭിപ്രായം പറയാൻ പാർട്ടിയിൽ നിന്ന് ശക്തരായ നേതാക്കളുമില്ല. കോടിയേരി അങ്ങനെയല്ല. എല്ലാവരുമായും കൂടി ആലോചിച്ച ശേഷമേ കാര്യങ്ങളിൽ തീരുമാനമെടുക്കൂ. സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം VS അച്യുതാനന്ദനെ നേരിൽ പോയി കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തത് അതിനുദാഹരണമാണ്. പിണറായിക്കൊപ്പം നിന്നപ്പോഴും ഒരിക്കലും VSുമായി കോടിയേരി ഏറ്റുമുട്ടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. EMSനെ വെട്ടാനാണ് VS പിണറായിയെ കളത്തിലിറക്കിയതും പിന്നീട് പിണറായിയെ പാർട്ടി സെക്രട്ടറി ആക്കിയതും. പിണറായി പാർട്ടി സെക്രട്ടറി ആയ ശേഷം VSനെ വെട്ടാനാണ് ശ്രമിച്ചത്. ഇരുവരും തമ്മിലുള്ള ഗ്രൂപ്പ് പോര് CPMന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ കാലഘട്ടമായിരുന്നു. പാർട്ടി പിടിച്ചെടുക്കാൻ രണ്ടുപേരും ആവുന്ന കളികളെല്ലാം കളിച്ചു. അണികളും പ്രവർത്തകരും VSനൊപ്പവും നേതാക്കൾ പിണറായിക്കൊപ്പവുമായിരുന്നു. അവസാനം VSനെ മുന്നിൽ നിർത്തി തിരഞ്ഞെടുപ്പ് നേരിട്ട് പിണറായി മുഖ്യമന്ത്രിയായി. അതിനു മുൻപ് കോടിയേരിയെ പാർട്ടി സെക്രട്ടറിയുമാക്കി. ഇപ്പോൾ ചരിത്രം ആവർത്തിക്കുന്നു. പിണറായിയെ വെട്ടാൻ കോടിയേരിയും നീക്കം തുടങ്ങി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.